ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ നാളായി നമ്മൾ ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്. പിന്നെ അവധി ദിവസമാണ്, മെയ് 1 അവധി ദിവസമാണ്. അപ്പം അച്ഛൻ ജോലിക്കൊന്നും പോകണ്ട, ചേച്ചി ട്യൂഷന് പോയി. അവധി ദിവസമായിട്ട് നമ്മൾ വിചാരിച്ചു അമ്മയുടെ വീട്ടിൽ പോവാന്ന്. അമ്മയുടെ വീട്ടിൽ പോവാം വിചാരിച്ചു. ചേച്ചി ക്ലാസ് കഴിഞ്ഞ് നേരെ ചേച്ചി വിളിച്ചുകൊണ്ട് പോവാമെന്ന് വിചാരിച്ച്. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളുടെ വെക്കേഷൻ, ട്രിപ്പൊക്കെ പോയി അടിച്ച് പൊളിച്ചോ? ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളെങ്ങും പോയില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയുടെ വീട്ടിൽ പോവും. അമ്മയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും. പിന്നെ ജേസൊരു ചേട്ടനോ സൂര്യപ്പൊക്കെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ. അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒരു മാസം കൂടി ഉള്ളൂ ഇനി സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്നാണ് ഒരു മാസം പോയത്. ഇനി ഒരു മാസം കൂടി ഉള്ളൂ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടി. അപ്പോൾ ഇനി ഇങ്ങനെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണ്. കഴിച്ചിട്ട് എനിക്ക് ഡ്രസ്സ് പാക്ക് ചെയ്ത് വെക്കണം. അമ്മയുടെ വീട്ടിൽ പോയിട്ട് കുളിച്ചിടാനാണ്. ഒരു രാത്രിക്കാണ് പോയിട്ട് ഇന്ന് പോയിട്ട് നാളെ രാവിലെ തിരിച്ച് വരും. നാളെ രാവിലെ വരുന്നത് ചേച്ചിക്ക് ട്യൂഷൻ ഉണ്ട്. 7 മണിക്കാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ വരെ ഞങ്ങൾ ഇറങ്ങും. അതന്നെ പറയാം. അതിലോട്ട് ഇപ്പോൾ ഇങ്ങനെ വെള്ളം എടുക്കാൻ പോയി. യെസ്, പിന്നെ കഴിച്ചിട്ട് കാണാം. ഫ്രണ്ട്സ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇനി ഒരുങ്ങാൻ പോവാണ്. ഒരുങ്ങുന്ന വേറൊന്നുമില്ല, ഈ ഒരു ഉടുപ്പ് മാറ്റുന്നുള്ളൂ. വീട്ടിലിടുന്ന ഉടുപ്പല്ല, ഈ ഉടുപ്പ് മാറ്റുന്നുള്ളൂ. പിന്നെ ഇന്ന് വൈകിട്ട് കുളിച്ചിട്ട് ഇടാൻ ഉടുപ്പെടുത്ത് വയ്ക്കണം. നാളെ ചേച്ചി ട്യൂഷൻ ക്ലാസ്സിൽ പോകാൻ ഇടാൻ ഉള്ള ഉടുപ്പെടുത്ത് വയ്ക്കണം. ചേച്ചിക്ക് കുളിച്ചിട്ടാണ് ഉടുപ്പെടുത്ത് വയ്ക്കണം. പിന്നെ ചേച്ചിക്ക് നാളത്തെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് എടുത്ത് വയ്ക്കണം. അതൊക്കെ ഒരുങ്ങിയിട്ടതൊക്കെ ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി അമ്മയും കൂടെ റെഡിയായാൽ മതി. അച്ഛൻ അവിടെ ഇല്ല, അച്ഛൻ ഒരു സ്ഥലത്ത് പോയി. അച്ഛനോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോവും. ഇത് ആശുപത്രി കൊടുക്കാനുള്ള പൊതിച്ചോറാണ്. 11:30 ആകുമ്പോഴത്തേക്കും പൊതിച്ചോറ് വന്ന് എടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ആശുപത്രി കൊടുക്കാൻ വേണ്ടി മാത്രമേ ഈ ചോറ് വച്ചുള്ളൂ. നമ്മൾ ലഞ്ച് കഴിക്കുന്നത് അമ്മയുടെ വീട്ടിൽ നിന്നാണ്. ഇനി ഇത് പൊതിയണം. ഇനിയും കറി ഉണ്ട്, അപ്പോഴേക്കും ഇനി കറി വയ്ക്കാൻ കാണും. ഇനി ഞാൻ ഉടുപ്പൊക്കെ എടുത്ത് വയ്ക്കട്ടെ. കുറേ ആയതുകൊണ്ട് ഞാൻ പറയുന്ന ഉടുപ്പ് എടുത്ത് വയ്ക്കണത്. ഇനി എടുത്ത് വയ്ക്കാൻ പോവാണ്. ചോറ് കൊണ്ടുപോകാൻ ചേട്ടന്മാർ വന്നിട്ടുണ്ട്. അമ്മ കൊടുക്കാൻ പോവാണ്. കൊടുത്തു. ചേച്ചി വന്നു, ഞാൻ വന്നു ഗൈസ്. അപ്പം ട്യൂഷൻ ക്ലാസ്സിൽ അച്ഛൻ വിളിക്കാൻ വന്ന് വിളിച്ചോട്ട് നേരെ പോകാനായിരുന്നു പ്ലാൻ. പിന്നെ മാറ്റി തന്നെ വിളിക്കാൻ വന്ന്. വിശേഷമൊന്നുമില്ല. ഞാൻ രാവിലെ ഇൻട്രോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ നിന്നത്. പക്ഷെ ഞാൻ എണീച്ചപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയി. പിന്നെ പോകാനായിട്ട് ഒരുങ്ങായി. പിന്നെ ധൃതിയായി. പിന്നെ അങ്ങ് പോയി എടുക്കുമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ്, അങ്ങനത്തെ അമ്മ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കി. ഇതും പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലാണ്ടുണ്ട്. അപ്പം അത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ കഴിക്കാൻ പോണേ. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ അമ്മ ഉണ്ടാക്കിയ മാംഗോ ഐസ്ക്രീമും കടയിൽ നിന്ന് വാങ്ങിച്ച ചോക്ലേറ്റ് ഐസ്ക്രീമും കൂടി കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം നാളെ അവിടെ നിന്ന് നേരെ ട്യൂഷന് പോവുകയാണ്. അപ്പം എല്ലാ ബുക്കും എടുത്തോണം. സബ്ജക്റ്റ് ഏതാണെന്ന് അറിയാൻ വയ്യ. അപ്പം എല്ലാ ബുക്കും എടുക്കണം. പിന്നെ ഡ്രസ്സ് എടുക്കണം. ഞാൻ എടുത്ത് വെച്ചല്ല, എല്ലാ പണിയും ചെയ്തു കൊണ്ട് കാറ് വെക്കും. അതൊക്കെ നിന്നെ വെക്കാണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞങ്ങൾ വീട്ടിൽ പിടിച്ച മുന്തിരിയുടെ വിശേഷങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ തന്നെ ഞങ്ങൾ പറഞ്ഞ് ഇനി വരുന്ന മുന്തിരിയുടെ വിശേഷങ്ങൾ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ് നോക്കൂ, ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് മുന്തിരി ഉണ്ട്. അത് മാത്രമല്ല ഒരുപാട് പൂക്കളും ഉണ്ട്. ഇത്തവണ ഞങ്ങൾ ഒരുപാട് മുന്തിരി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.
ഇത്തവണ വലുതായിട്ട് പുഴുവില്ലായിരുന്നു. ഇന്ന് 2-3 പുഴ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പുഴുണ്ട്, മുന്തിരിയല്ല പുഴുവായിരുന്നു മൊത്തത്തിൽ. ഇത്തവണ പുഴുവില്ല, മുന്തിരിയാണ് മൊത്തം. അതാണ് ഒരു ഇത്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളത് അമ്മയുടെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗേറ്റ് തുറന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗേറ്റ് തുറന്നിട്ടാ നോക്കാം. അയ്യോ, തുറന്നിട്ട് അത് ഹോണ വേറെ കാറായോണ്ടാണ് വരാത്ത. എപ്പോഴും ഇതന്നെ കാത്തോട്ടിറക്കി ഓടും. വാട്ടർ തന്നല്ലേ, നോക്കട്ടെ. സ്പ്രേ ചെയ്യോ? ഇവിടെ അച്ഛനും കുഞ്ഞിയും അമ്മയും കൂടി ക്യാരംസ് കളിക്കുകയാണ്. നോക്കട്ടെ, യൂണോ കാർഡ്, ഇത് ഇങ്ങനെ കൊറേ ഗെയിംസ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ കളി നമുക്ക് പണി. അച്ഛൻ എല്ലാ റൂൾസും പറയാം, ഞങ്ങക്ക് റൂൾസ് ഒന്നും. നോക്കട്ടെ നോക്കട്ടെ കുഞ്ഞിന്റെ സൈക്കിള് നോക്കട്ടെ. കണ്ണന്റെ സൈക്കിള് ശരിയാക്കിയ കുഞ്ഞിന്റെ സൈക്കിള് നോക്കട്ടെ. കുഞ്ഞിന്റെ വീലെല്ലാം കാണിച്ചു. കുഞ്ഞാനെ ചേച്ചിന്റെ ഫ്രണ്ടാണ്, ഞാനൊരു ബേബിയാണ്, ഞാനമ്പേ കുഞ്ഞാനെ ദൂരഗീത കൊതിക്കും മാണിക തമ്പർക്കാൻ. ഞാൻ പഠിപ്പിച്ചെടുത്ത പാട്ടാണ്. ഞാനും കുഞ്ഞി ക്യാരംസ് കളിക്കാൻ പോവുകയാണ്. നേരത്തെ അച്ഛനും അമ്മയും കളിച്ച് അച്ഛനാണ് ജയിച്ചത്. ഞാൻ ഫസ്റ്റ് അടിക്കാൻ പോവുകയാണ്. വലുതായിട്ട് അറിയുന്നൊന്നുമില്ല കളിക്കാൻ, എന്നാലും ഞങ്ങളതേ രീതിയിൽ കളി. ക്യാമറ എനിക്ക് സോപ്പ് ഉണ്ടല്ലോ, ഇതില് പൗഡർ ഇടണം. വലിയ പോണില്ല, അത് പോയിട്ട് കളിക്കാം. ഞാൻ ഒന്നിട്ട് അതൊന്ന് കറുപ്പൊന്ന് വെള്ള 2. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരമായി. ഞങ്ങൾ അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പൊ അതിന്റെ ഇപ്പം ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. കൊണ്ടാട്ടം സോങ്ങിന് ഡാൻസ് കളിക്കാൻ പോവാണ്. അപ്പൊ കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്യുന്നത്, ഇനി കുറച്ചുകൂടെ ഉണ്ട് നോക്കാൻ. അപ്പൊ അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സ്റ്റെപ്പ് കിട്ടി കളിച്ചു നോക്കണം. സ്റ്റെപ്പ് ഇത് കളിച്ചു നോക്കണം. ഞാൻ ഇങ്ങോട്ട് തന്നെ നേരത്തെ പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇനി നമ്മൾ നേരെ ഇപ്പൊ അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ വീഡിയോ എടുക്കാനാ പോകുന്നത്. അപ്പൊ ഞങ്ങള് നേരത്തെ പറഞ്ഞല്ലോ കൊണ്ടാട്ടം സോങ്ങിന് ഡാൻസ് കളിക്കാൻ പോവാണ്. ഞാൻ മോഹൻലാൽ, ശോഭന, എന്താ പറയാൻ. അപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് ഡാൻസ് കളിക്കാൻ പോകുന്നത്. ഞാനൊരു യുണൈറ്റഡ് കിങ്ഡമിന്റെ കൺട്രിയാണ്. യുണൈറ്റഡ് കിങ്ഡം
ഈസ് മൈ ഫേവറേറ്റ് കൺട്രി. അതാണ് ഇവിടെ ഉണ്ടായിരുന്ന അമ്പലമൊന്നും ഇല്ല ഇപ്പം. അമ്പലമില്ലേ? അമ്പലം വലുതാക്കി. അയ്യോ അമ്പലം പൊളിച്ച് നമ്മളിപ്പോ അമ്പലം പൊളിച്ച് വലുതാക്കി. ഇനി നമ്മൾ നേരെ അമ്പലം പോയി. ഇനി നേരെ ഇനി അങ്ങോട്ടാണ് എയർടെൽ എയർടെൽ. നമ്മൾ അന്ന് വീഡിയോ എടുത്താണ്. നമ്മൾ വരാൻ വിചാരിച്ച അമ്പലം പൊളിച്ചു. തുറാസ് കോളറാണ്. നമ്മൾ വേറൊരു അമ്പലത്തിൽ ഞങ്ങള് ശാസ്താ നടയിലോട്ട് പോവുകയാണ്. നമ്മൾ അമ്പലത്തിലാണ് പോകുന്നത്. ഞങ്ങൾ ഇതിലേ പോവാൻ നേരത്തെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ അമ്മയ്ക്ക് അമ്മ പഠിച്ച സ്കൂള് കാണണം, അമ്മയ്ക്ക് നൊസ്റ്റാൾജി അടിക്കണമെന്ന്. അപ്പൊ ഞങ്ങള് തിരിച്ചു പോണ വഴി അങ്ങോട്ട് പോവുകയാണ്. ഇനി ഞാൻ നമ്മൾ അമ്പലത്തിൽ പോവാണ്. ഇനി നമ്മൾ അപ്പൊ നമ്മൾ അപ്പ പഠിച്ച സ്കൂളിൽ പോണെന്ന്. അപ്പൊ നമ്മൾ പഠിച്ച സ്കൂളിൽ പോകുന്നു. അവിടെ നമ്മള് വീഡിയോ എടുക്കാൻ പോകും. അമ്മ എത്രാം ക്ലാസ് തൊട്ട് അവിടെ പഠിച്ച? 5ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. നീ 1ാം ക്ലാസ് ആവാൻ പോണ LKGB. കണ്ണുക്കുട്ടി എത്രാം ക്ലാസ്സിലാണ് പറഞ്ഞോട്? 1ാം ക്ലാസ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഏത് ഡിവിഷൻ? ഏത് കുഞ്ഞിന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്? ഫസ്റ്റ് ഡിയോ? ഫസ്റ്റ് ഡി ആണ്. ഫ്രണ്ട്സ്, ഇതാണ് അമ്മ പഠിച്ച സ്കൂൾ, സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂൾ. സെറ്റ് ഇനി നമ്മൾ അമ്പലത്തിൽ ഫ്രണ്ട്സ് ഇതാണ് ട്ടോ ഇവിടുത്തെ ഗ്രൗണ്ട്. സ്വിഫ്റ്റിൽ പോയാണ്. ഇനി നമ്മൾ അമ്പലം പഠിച്ച സ്കൂളിൽ പോയാണ്. കണ്ണ ഇതിനെ ക്യാമറ ഓൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ എന്തും പറയും ഇല്ല കണ്ണ? ഞാൻ എന്തും പറയും. ഒന്നുകൂടെ ജോർജിൽ മിക്കിന്റെ ശബ്ദം എന്തിയെ? ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ചേച്ചി ലുങ്കി വിട്ടപ്പോഴത്തേക്ക് ചേച്ചിക്ക് സ്കൂട്ടിയിൽ പോകണമെന്ന് ആഗ്രഹം. പോവേണത് മാമന്റെ കൂടെ. അത് മാമനല്ലാതെ അച്ഛനാണ്. ഈ മുക്കിൽ നിൽക്കുന്ന എല്ലാരും അവളെ നോക്കിയാണ് എന്തിനീ പോണേന്ന്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയുടെ തീരുവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.